വീടും അതുപോലെ തന്നെ ഈ ഇന്റീരിയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഇടുമ്പോൾ സ്ഥിരമായി എനിക്ക് വരുന്ന ഒരു കോളാണ് വീടുകൾക്ക് മുകളിൽ കോൺക്രീറ്റിന്റെ വിള്ളല് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചോർച്ച. ഇത് വളരെയധികം വിഷമിച്ചിട്ടൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോർച്ച വരുന്നത് ഈ കോൺക്രീറ്റിന് മുകളിൽ? വിള്ളല് കാരണം ചോർച്ച ഉണ്ടാകാം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിള്ളലിനകത്തോട് വെള്ളം ഇറങ്ങുന്നു എന്നുള്ളത്. പക്ഷേ വിള്ളലില്ലേലും ചോർച്ച ഉണ്ടാകാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡെൻസ് ആണ്, പാക്ഡ് ആണെന്നുള്ളത്. ആക്ച്വലി കോൺക്രീറ്റ് നോർമലായിട്ട് ഒരു കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ അതിനകത്തൊരു 28% വരെ അതിനകത്ത് പൊറോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ എയർ ഗ്യാപ്സ് ഉണ്ടാവും. മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രോപ്പർ ഡ്രെയിനേജ് കാണത്തില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇലയൊക്കെ വന്ന് അടഞ്ഞു കിടക്കും. അപ്പം വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ വെള്ളം ഈ പോർസ് വഴി പതുക്കെ ഇറങ്ങി നമ്മുടെ സീലിങ്ങിന് കാണാം നമുക്ക് ലീക്ക് വരുന്നു. അപ്പോൾ അതെങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളതാണ് മെയിൻ ഒരു. അപ്പം പരിഹരിക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ കോൺക്രീറ്റ് എത്രയും ഡെൻസ് ആക്കുന്നോ അത്രയും നല്ലത്. അതിന് നമ്മൾ ഓരോ വെള്ളം എത്രയും കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കിയാൽ അത്രയും നല്ലതാണ്. കുറയ്ക്കാൻ നമുക്ക് ചുമ്മാ കുറയ്ക്കാൻ പറ്റില്ല. ചുമ്മാ കുറച്ചാൽ നമുക്കത് മിക്സ് ചെയ്യാനും ഒഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വാട്ടർ റെഡ്യൂസിങ് അഡിറ്റീവ്സ് ഉണ്ട്, WRA എന്ന് പറയുന്നതാണ്. അത് കുറച്ചാൽ വെള്ളം ഉള്ളതുപോലെ തന്നെ ഒരു ഫീലിങ്ങിൽ അത്രയും ഒരു വർക്കബിലിറ്റി കിട്ടും. അത് ഉപയോഗിച്ച് ചെയ്താൽ കോൺക്രീറ്റിൻ്റെ ഡെൻസ് 28 എന്നുള്ളത് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഐഫ ചെയ്യുന്ന എല്ലാ വീടുകൾക്കും കോൺക്രീറ്റ് മിക്സർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഈ ഒരു പ്രശ്നം, ഈ ഒരു അഡിറ്റീവ് യൂസ് ചെയ്തെങ്കിൽ ഈ ഒരു പ്രശ്നം നല്ലതായിട്ട് കുറയ്ക്കാൻ പറ്റും. ബട്ട് എന്നാലും ഓവർ പീരീഡ് സ്റ്റിൽ ഇത് കുറയ്ക്കാനേ പറ്റുന്നുള്ളൂ. ഇത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ളിടത്ത് നമ്മൾ മറ്റ് സൊല്യൂഷനിലേക്ക് കിടക്കേണ്ടി വരും. മറ്റ് സൊല്യൂഷൻ അതാണ് അടുത്ത വീഡിയോസിലൂടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.